164 വർഷം പഴക്കമുള്ള IPC, CRPC അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അടക്കമുള്ളവ തിരുത്തി എഴുതിക്കൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആകമാനമായിട്ട് വലിയൊരു മാറ്റത്തിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്താനാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി. എന്തായാലും ഇത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാജ്യത്ത് ആദ്യത്തെ FIR ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC, CRPC ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറ്റിക്കൊണ്ട് പുതിയ ന്യായ സംഹിത നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ കേസാണ് ഡൽഹിയിൽ, രാജ്യത്തെ ആദ്യത്തെ കേസാണ് ഡൽഹിയിൽ ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യായ സംഹിതയിൽ ആദ്യത്തെ കേസ് ഡൽഹിയിലെ കമല മാർക്കറ്റിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വഴിയോര കച്ചവടക്കാരനെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേസെടുത്തത്, FIR ഇട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം ന്യൂഡൽഹി മെട്രോ സ്റ്റേഷന് സമീപം അദ്ദേഹം മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കച്ചവടം ചെയ്തു എന്നുള്ള ഒരു നിയമങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ന്യായ സംഹിതയിലെ 285 വകുപ്പ് ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനവുമായിട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ ഈ നിയമം എങ്ങനെയാവും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലടക്കം വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമവുമായി കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്ത് ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്കകളൊക്കെയും പരിഹരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഡൽഹിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിലൊക്കെയും വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ നിയമങ്ങളിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം വിശദീകരിക്കുന്ന ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെയും ട്രെയിനിങ് ഒക്കെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന 3 നിയമങ്ങളും ഇന്ത്യൻ IPC, അതായത് 164 വർഷം പഴക്കമുള്ള IPC ആക്ട് മാറ്റിയാണ് ന്യായ സംഹിത നിലവിൽ വന്നിരിക്കുന്നത്. CRPCക്ക് പകരം മറ്റ് 2 നിയമങ്ങളും കൂടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുമ്പോൾ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഡൽഹി ബാർ കൗൺസിൽ അതുപോലെ തന്നെ ബംഗാൾ ബാർ കൗൺസിലും വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്.